കിട്ടിയാൽ തൊട്ടടുത്ത ദിവസം പോക്സോ കേസെടുത്ത് പ്രയോഗിക്കുമെന്നാണ് വിവരങ്ങൾ. ചേച്ചി രാഹുലിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന്, എന്നിട്ട് ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. ആ പോസ്റ്റ് ഞാനൊന്ന് വായിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ കോമഡിയാണ് ഇപ്പോൾ വന്നു. നാളെ രാഹുലിനെ വിട്ടാലും രാഹുലിനെതിരെ പുതിയൊരു കേസും കൂടെ വന്നിരിക്കുകയാണ്. രാഹുൽ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാളെ അറിയാൻ പറ്റും ജാമ്യം കിട്ടുമോ ഇല്ലേ എന്നുള്ള രീതിയിലാണ്. നാളെ കൊണ്ട് രാഹുലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് ഇവിടെ പല ആൾക്കാരെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ രാഹുൽ ഒരു 18-ന് പണി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഒരു പെണ്ണ് വിഷയം കൂടെ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു പെണ്ണിന്റെ കാര്യമാണ് ഇപ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മുടെ കഥാനായിക റിനി രംഗത്ത് വന്നിട്ടുണ്ട്. റിനിയുടെ ഒരു പോസ്റ്റ്, ഞാൻ ആരുടെയും പേരൊന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ അവിടെ സംസാരവും കാര്യങ്ങളൊക്കെ. അതാണ് സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് നടക്കുന്ന ഒരു സത്യം പറയാലോ. ഇവക്ക് എന്തോ ബന്ധം ഉണ്ടായിരുന്നു, എന്തോ കാര്യങ്ങളും സാധിക്കാനും മീൻസ് എന്തൊക്കെയോ അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ എന്തോ പ്രതികാരം തീർക്കാനായിട്ടാണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞില്ല. കാരണം മറ്റേ ഒരു മേഡം വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവക്ക് രാത്രിയിലാണ് വിളിക്കുന്നുണ്ടായിരുന്നു, 12:30-1 മണിക്കൊക്കെ വിളിക്കുകയും സീക്രട്ട് ചാറ്റിൽ വരാൻ, അതും ടെലിഗ്രാമില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിപ്പോൾ അവസാനം ഇപ്പോൾ എവിടെ പോയി കിടക്കുന്നു? ഇപ്പം എന്തോ റിനിയുടെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് ഓരോ തോഴന്മാരെ കൊണ്ടുവന്നത്. താനൊന്നും ചെയ്തിട്ടില്ലേ രാമനാരായണ എന്ന് പറയുന്ന പോലെ തന്നെ അവൾ എല്ലാവർക്കും ഇൻറ്റിട്ട് കൊടുത്തിട്ട് അവളങ്ങ് ആള് കളിച്ചു. സത്യം പറയാലോ. ഇപ്പോൾ നാണം കെട്ട് പോകുന്ന ഇപ്പോൾ റിനിയാണ് സത്യം പറഞ്ഞുതരാം. എന്താണ് റിനിയുടെ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചു തരാം. അത് അതിനേക്കാളും കോമഡി ഒരു പോസ്റ്റാണ്, നിങ്ങളതൊന്ന് കേൾക്കണം. ഞാൻ ആരുടെയെങ്കിലും പേരോ പറയുകയോ ആർക്കെങ്കിലും എതിരെ പരാതി കൊടുക്കുകയോ ചെയ്തിട്ടില്ല. നാണമില്ല നിനക്ക്? കേസ് എന്നും പറഞ്ഞ് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാ വിഷയത്തിനും വന്നിട്ട് ഒരു നാണവും മാനമില്ലാതിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്കൊരു നാണമില്ലേ? എല്ലാ വിഷയത്തിനും വന്ന് തലയങ്ങിടും. എന്നിട്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടി പിന്നെ എന്തിനായിരുന്നു കരഞ്ഞത്? കുറേ നാടകം നടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുൽ പാലക്കാട് നിന്ന് ജയിക്കും എന്ന് ഉറപ്പുള്ളവർ, നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ പോലും ഒന്ന് ലൈക്ക് അടിക്കുക. കാരണം നിങ്ങളുടെ ഒരു ലൈക്ക്, കാരണം കഴിഞ്ഞ ഫേസ്ബുക്കിൽ എനിക്ക് 20,000 പോയായിരുന്നു. അപ്പോൾ അത് ഫേസ്ബുക്കിലും ഞാൻ യൂട്യൂബിലും കൂടെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അത് ആഗ്രഹമുള്ളവർ ലൈക്ക് അടിക്കുക. പിന്നെ ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന് കമൻറ്റും കൂടെ കൊടുക്കുക. നമുക്ക് ബാക്കി വായിക്കാം. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുമുള്ള ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. എൻ്റെ രാഷ്ട്രീയം സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ്. എന്ത് സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് എൻ്റെ പൊന്നു ചേച്ചിയുടെ അറിയാമേതുകൊണ്ട് ചോദിക്കുകയാണ്. ഇതാണോ നിങ്ങളുടെ ഓരോ ഇൻ്റർവ്യൂ എടുത്ത് നോക്കുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ. ആണുങ്ങൾക്ക് ഇവിടെ ബീച്ചിൽ നടക്കാം, പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ട് ബീക്കിനി ഇട്ട് നടന്നുകൂടാം, അതൊക്കെ നോർമലായിട്ട് കാണണം എന്നുള്ള രീതിയിൽ. അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ സ്ത്രീയുടെ സംസാര രീതികളും വിവരക്കേടും. എനിക്ക് തോന്നുന്നു മറ്റുള്ള സ്ത്രീകളുമായിട്ട് എനിക്ക് തോന്നുന്നു രാഹുൽ ചിലപ്പോൾ ബന്ധം പുലർത്തി കാണുമായിരിക്കാം. പക്ഷേ ഇവരെ എനിക്ക് തോന്നുന്നു പുള്ളി റിജക്റ്റ് ചെയ്തതിൻ്റെയാണെന്ന് തോന്നുന്നു. കാരണം കാണുന്നവർക്ക് എല്ലാവർക്കും പുള്ളി ഇങ്ങനെ നടന്നു കൊടുക്കുന്നത്, അതുപോലും ഇവക്ക് പോലും പറഞ്ഞാൽ കൂടിപ്പോവും. ഓക്കെ, മറുപടി ഞാൻ പറയുന്നില്ല കൂടുതൽ അതിനെക്കുറിച്ച്. ഏത് കേസാണെങ്കിലും സ്ത്രീ സത്യസന്ധമായി നൽകിയേക്കുന്ന പരാതിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട സ്ത്രീക്കൊപ്പം നിൽക്കുക തന്നെ ചെയ്യും ഉള്ള നിലപാടാണ് പുള്ളി പോസ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം ധൈര്യം എന്ന് പറഞ്ഞൊരു കാര്യം ഈ ഒരു സ്ത്രീക്കില്ല. ധൈര്യം എന്ന് പറഞ്ഞ കാര്യം ഈ ഒരു സ്ത്രീക്കില്ല. ഒന്നാമത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് രാഹുലിൻ്റെ കേസുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയേണ്ട. അതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടം പോട്ടെ, രാഹുൽ ഈശ്വറിന് ചെറിയ പണി കൊടുക്കണമെന്നുള്ള രീതിയിൽ യുവതിമാർ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനലൊന്ന് സബ് ചെയ്യുക. നമ്മുടെ ചാനൽ അങ്ങനെ ആരും സബ് ഒന്നും ചെയ്യുന്നില്ല. സബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. എന്തായാലും ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന് കമൻറ്റും കൂടെ കൊടുക്കുക, ലൈക്കും കൂടെ ചെയ്യുക. നമുക്ക് വീഡിയോ കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ പരാതി നൽകിയ അതിജീവിതയെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് കോടതി നൽകിയ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. ജാമ്യം റദ്ദാക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്താൻ കോടതി രാഹുലിന് നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. അതിജീവിതയെ സമൂഹമാധ്യമങ്ങളിലൂടെ വീണ്ടും അധിക്ഷേപിക്കാൻ ശ്രമിച്ചു. ഇത് അതിജീവിതയെ ഭയപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. പിന്നെ എന്ത് ഭയപ്പെടുത്തുന്നതായി പറയുന്നത്? ഒരുത്തന്റെ കൂടെ പോയി തോന്നിവാസങ്ങളെല്ലാം കൂട്ടിയിട്ട് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് നടക്കുന്നവർക്കൊക്കെ എന്ത് ഭയപ്പെടുത്തണം? ഇയാൾ പറയുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾ വിളിച്ചു പറയുന്നത്. അതേ ഭയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഈ ഭയക്കുന്നത്. ഓക്കെ, ഇനി അത് മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ VD സതീശനെ കുറിച്ച് ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം മാത്രമല്ല ഇവിടെ നമുക്ക് സംസാരിക്കേണ്ട ഒരു കാര്യം. അവരുടെ വീട്ടിലെ ഫാമിലി, അവരൊരു സ്ത്രീയാണ്, അമ്മ അനിയത്തി ഉണ്ട്, അവരൊരു സ്ത്രീയാണ്. അതും കൂടെ ഒന്ന് ആലോചിക്കണം. ഇവിടെ ഇരകൾ എന്നൊക്കെ പറയുന്ന അവളുമാർ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഇവിടെ ആരും സംസാരിക്കുന്നില്ല. ഇപ്പം രാഹുലിൻ്റെ ഫാമിലിയോ അവർ പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ? അവരെത്ര ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടതാണ്? ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വെച്ചുതരാം. രാഹുലിന്റെ അമ്മ ബീനയെ കോൺഗ്രസുകാർ എല്ലാവരും ബീനാമ്മ എന്ന് വിളിച്ചു.
പക്ഷെ ഇന്ന് അടൂരിലെ മുണ്ടപ്പള്ളി ആറ്റുവിളാകം വീട്ടിൽ ബീനാമ്മ കരഞ്ഞ് തളർന്നു കിടക്കുകയാണ്. അവിടേക്ക് കോൺഗ്രസ് UDF നേതാക്കൾ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ആ കുടുംബത്തെ പൂർണ്ണമായും പാർട്ടി തഴഞ്ഞിരിക്കുന്നു. ഇതിന് പിന്നിൽ VD സതീശന്റെ കുരുട്ടുബുദ്ധി തന്നെയാണ് എന്നുള്ള ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സൈബർ ഗ്രൂപ്പ് ഇപ്പോൾ ഉയർത്തുന്നത്. രാഹുൽ മാങ്കൂട്ടം പുകഞ്ഞ കൊള്ളി, അത് പുറത്തു തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ് കട്ടായം പറഞ്ഞിരിക്കുന്നത്. രാഹുലിനെ പിന്തുണച്ച് യൂത്ത് കോൺഗ്രസിലെ നിരവധി പേർ രംഗത്തുണ്ട്. രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ല, അവർക്ക് പുറത്തേക്ക് പോകാമെന്ന് VD സതീശൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും പാർട്ടിയിലേക്ക് ഒരു തിരിച്ചുവരവില്ലാത്ത വിധം രാഹുലിന് അവസാന ആണിയടിക്കുന്നതിനാണ് അവനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയും നടപടിയെടുക്കും എന്നുള്ള സതീശന്റെ ഒടുക്കത്തെ താക്കീത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. പക്ഷെ ആ കുടുംബത്തെ എതിരാളികൾക്ക് മുന്നിൽ വേട്ടയാടാൻ ഇട്ടുകൊടുക്കുന്നതിനെതിരെ വിമർശനം ശക്തമാകുകയാണ്. രാഹുലിനെതിരെ കേസുകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നപ്പോൾ അതിരു വിട്ടുപോകുന്ന സൈബർ ആക്രമണമായിരുന്നു കുടുംബത്തിന് നേരെയും ഉണ്ടായത്. രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും CPM സൈബർ ഗ്രൂപ്പുകൾ കീറിമുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തു. ഇവന്റെ കയ്യിലിരിപ്പൊക്കെ തള്ളയ്ക്കും അറിയാം, തള്ളയും എല്ലാത്തിനും കൂട്ട് എന്ന് അമ്മയെ പരിഹസിച്ച് പോസ്റ്റുകൾ പ്രചരിച്ചു. അല്ലെങ്കിൽ ഉള്ള ഒരു കുഴപ്പമാണ് ഈ രാഷ്ട്രീയക്കാരുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഫാമിലി മൊത്തമായിട്ട് മോശമായിട്ട് സംസാരിക്കുക, അമ്മയും പെങ്ങളെയൊക്കെ ചേർത്ത് പറയുക, അമ്മ ഇങ്ങനെ മറ്റുള്ളവർമാരുടെ കൂടെ പോയി അതുകൊണ്ടാണ് മോനും ഇങ്ങനെ ആയിപ്പോയത്, ഇങ്ങനെയുള്ള ഒരുപാട് സംസാരങ്ങൾ സംസാരിക്കട്ടെ. രാഷ്ട്രീയം വേണം, പക്ഷെ അത് ഒരു പ്രസ്താവന വലുതാക്കാൻ വേണ്ടി ഒരു അമ്മയോ ഒരു പെങ്ങളെയോ ഇടിച്ചു താഴ്ത്തി ഉണ്ടാക്കരുത്. അങ്ങനെ വെച്ച് പോയി നിങ്ങളുടെ പാർട്ടിക്ക് പോലും ഒരു ഗതി ഉണ്ടാകത്തില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ രാഹുലിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും ഇവിടെ പെൺകുട്ടികളും തെറ്റുകാരാണ്. അതിവിടെ ആരും പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? ഇവിടെ രാഹുൽ ഇപ്പോൾ ഒരു ആത്മഹത്യ ചെയ്തായിരുന്നെങ്കിലും അപ്പോൾ ചിലപ്പോൾ എല്ലാവരും രാഹുൽ പാവമാണ്, രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ ചിലപ്പോൾ അലറും. ഇല്ല ഷിംജിതയുടെ കാര്യം പറഞ്ഞു കൂട്ടുക, ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും കൂടെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ പോയത്. അദ്ദേഹം നിരപരാധിയാണ് ഓരോ തെളിവുകളും കാര്യങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ചുമ്മാ ഒരുത്തൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. എന്തായാലും നാളെ വിധി അറിയാം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കേസിന്റെ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതും കൂടെ ഞാനൊന്ന് വെച്ചുതരാം നിങ്ങളുടെ മുന്നിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അകത്തിട്ട് തീർക്കണം. പുറത്തൊരു കൂട്ടരുടെ ആവശ്യം ഇതാണ്. 28-ന് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും പാലക്കാട് MLAക്ക് മുന്നിൽ പാതാള കുഴിയെന്ന് സൂചന. രാഹുലിന് ജാമ്യം കിട്ടിയാൽ തൊട്ടടുത്ത ദിവസം പോക്സോ കേസെടുത്ത് പ്രയോഗിക്കുമെന്നാണ് വിവരങ്ങൾ. ജാമ്യം കിട്ടിയില്ലെങ്കിൽ ജയിലിനുള്ളിലിട്ട് മാങ്കൂട്ടത്തെ മാനസികമായി തകർക്കുക. രാഹുലിനെതിരെ ഒരു പോക്സോ കേസ് വരാൻ പോകുന്നുവെന്ന അഭ്യൂഹം കുറച്ചു കാലമായി പരക്കുന്നുണ്ടായിരുന്നു. 1ഉം 2ഉം കേസുകളിൽ ജാമ്യം കിട്ടി മുഖ്യന് നേരെ പല്ലിളിച്ച് കാണിച്ച രാഹുലിനെ എല്ലാ പഴുതും അടച്ചാണ് 3ാം പരാതിയിൽ പോലീസ് പൂട്ടിയത്. അപ്പോഴും ഒരു കൂസലുമില്ലാതെ രാഹുൽ ആ ചിരി. കോടതിയിൽ നിന്ന് ഞാൻ ഊരിപ്പോരുമെന്ന കോൺഫിഡൻസ്. 28-ന് രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വക്കീലും ചില നിയമ വിദഗ്ധരും പറയുന്നുണ്ട്. ജാമ്യം കിട്ടിയാൽ പോക്സോ കേസിൽ പൂട്ടാൻ പുറത്ത് വമ്പൻ കളി നടക്കുന്നു എന്നാണ് ഇപ്പോൾ സൂചനകൾ. ഈ കേസുകളിൽ നിന്ന് തലയൂരി പുറത്തേക്കിറങ്ങാനുള്ള തിടുക്കത്തിലാണ് രാഹുൽ. തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് MLA ഭരണകൂടത്തെ തന്നെ വെല്ലുവിളിച്ചിരുന്നുവല്ലോ. ജനം എന്റെ കൂടെയാണ്, ഞാൻ ജയിക്കും എന്നായിരുന്നു വെല്ലുവിളി. ഈ അപകടം മുന്നിൽ കണ്ട് രാഹുൽ അടുത്ത കാലത്തൊന്നും പുറത്തേക്ക് വരാതിരിക്കാൻ CPM പണിയുന്നത്. ഇപ്പൊ രാഹുൽ വരാതിരിക്കാൻ CPM-നെക്കാളും കൂടുതലും കാത്തിരിക്കുന്നത് BJP-കാരാണ്. കാരണം BJP-ക്ക് അവിടെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടാണ് സത്യം പറഞ്ഞാൽ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന BJP-യിലോട്ട് ചേരാന്ന് പറഞ്ഞാൽ പോലും ഇപ്പം കുറ്റം പറയുന്ന അവന്മാർ പോലും സീറ്റ് കൊടുക്കും. അങ്ങനത്തെ ടീമുകൾ അവർക്ക്. ഞാൻ ഉള്ള പോലെ തുറന്നു പറയാലോ, രാഹുലിന്റെ പതനം മാത്രമല്ല, രാഹുൽ മരിച്ചു കാണാൻ കൂടെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവനൊന്ന് തുലഞ്ഞു കിട്ടിയാൽ മതിയില്ല. ഇതിപ്പം ഒരുപാട് സ്ത്രീകളെ ശാപം അതും ഇതൊക്കെ പറഞ്ഞ് ഇവനെ പോലുള്ളവർ ജീവിച്ചിരിക്കേണ്ട, മരിക്കണവനെയൊക്കെ കൊല്ലാണം അവസരം കിട്ടിയ അതും ചെയ്യാൻ പോലും മടിക്കാത്ത കുറേ ആൾക്കാരുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ. ഞാൻ പല കമൻസുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. അദ്ദേഹം എന്തോ ആയിക്കോട്ടെ, തെറ്റുപറ്റി പരസ്പര സമൂഹത്തോടെ തെറ്റുപറ്റി 2, 3, 4 വർഷമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു, എന്നെ തലോടി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവിടുത്തെ ഇത്? ഒന്നാലോചിച്ച് സ്ത്രീയുടെ കാർഡിറക്കി കളിക്കുമ്പോൾ അതിപ്പോൾ കാണുന്ന ഓരോ വ്യക്തികളായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, നാളെ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ, ഓക്കെ, നമ്മളോട് അടുത്ത് പെരുമാറി നല്ല രീതിയിൽ പോകുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അതൊരു കേസായിട്ട് പോകുകയാണെങ്കിൽ 1, 2, 3 വർഷം 4 വർഷം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നിരപരാധിയായിട്ടിരിക്കുന്നത്. 4 വർഷം 5 വർഷമൊക്കെ കഴിഞ്ഞായിരിക്കും നമ്മൾ നിരപരാധിയാണെന്ന് അറിയുമ്പോൾ അന്ന് ഈ കഥകൾ വിശ്വസിച്ച വ്യക്തികൾ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടാവാം, ഇരിക്കാതിരിക്കാം. ഞാനൊരു മോശക്കാരനായിട്ട് ഒരു വ്യക്തി എന്നിൽ നിന്ന് വിട്ടു പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഡാനിയൊരു മോശപ്പെട്ടവനാണ്, അതേ വ്യക്തി ഒരു പ്രായം ചെന്ന് ചിലപ്പോൾ മരണപ്പെട്ടെന്നിരിക്കട്ടെ, അയാളെന്നെ ശപിച്ചിട്ടാ പോയില്ലെങ്കിലോ? ഒരാളെങ്കിൽ ഒരാൾ നമ്മളെ മോശമായിട്ട് കരുതി പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പെയിനുണ്ട്. തെറ്റ് ചെയ്യാതെ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ ചില പെയിനും കാര്യങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞാൽ ഇവിടെയുള്ള നായ്ക്കൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല.
അവിടെ ശബരിമല വിഷയം നൈസായിട്ട് മുങ്ങിപ്പോയി, പല വിഷയങ്ങളും മുങ്ങിപ്പോയി. അന്നും ഇന്നും ജനങ്ങൾ മണ്ടര് മാത്രം. എന്തായാലും എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഇനിയും സംസാരിക്കും. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രാഹുലിന് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് തന്നെ ധൈര്യമായിട്ട് കൊടുത്തോ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യാം. ബൈ, ലവ് യു.